ഗർഭകാലത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടാവാം അല്ലേ? അതിലൊന്നാണ് ആംനിയോട്ടിക് ദ്രവം, അതായത് ഗർഭപാത്രത്തിലെ വെള്ളം. ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ വരാറുണ്ടല്ലേ? എന്നാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ വളരെ ലളിതമായി മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. നമുക്കൊരു നിമിഷം ചിന്തയൊന്നു മാറ്റിപ്പിടിക്കാം. നിങ്ങളുടെ ഗർഭപാത്രം എന്നു പറയുന്നത് വെറുമൊരു ഇടമല്ല, മറിച്ച് നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു ഹൈടെക് എക്വേറിയമാണെന്നൊന്ന് സങ്കൽപ്പിച്ചു നോക്കിയേ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരിടം. അതെ, ആ അത്ഭുതകരമായ അക്വേറിയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള സിഇഒ നിങ്ങളാണ്. ഈയൊരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി അറിയാൻ ശ്രമിക്കാം. അപ്പോ ഒരു സിഇഒ എന്ന നിലയ്ക്ക് ഈ അക്വേറിയം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം അതിനകത്ത് എന്താണുള്ളതെന്ന് കൃത്യമായി അറിയണമല്ലേ? അപ്പോൾ എന്താണ് ഈ ആംനിയോട്ടിക് ദ്രവം? മെഡിക്കൽ രേഖകളൊക്കെ പറയുന്നത് ഇത് വെറും വെള്ളമല്ല, മറിച്ച് ജീവസുറ്റ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ആവാസവ്യവസ്ഥയാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തിലേക്കുള്ള ഒരു താക്കോലാണ് ഈ ദ്രവം. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗർഭകാലം മുന്നോട്ടു പോകുന്തോറും ഈ ദ്രവത്തിന്റെ ഘടനയും മാറും. തുടക്കത്തിൽ ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ പിന്നീട് കുഞ്ഞ് തന്നെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നത്. കുഞ്ഞിന്റെ മൂത്രവും ശ്വാസകോശത്തിൽ നിന്നുള്ള ദ്രവവുമൊക്കെ ചേർന്നാണിതുണ്ടാകുന്നത്. ശരിക്കുമൊരു അത്ഭുതകരമായ ഫീഡ്ബാക്ക് സിസ്റ്റം. അപ്പോ ഈ അക്വേറിയം എന്തിനാണ് ഇത്രയ്ക്ക് ഇമ്പോർട്ടന്റ്? മൂന്ന് പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ഇത് കുഞ്ഞിന്റെ ശ്വാസകോശങ്ങൾക്കുള്ള ഒരു ജിമ്മാണ്. അവിടെയാണ് ബ്രീതിംഗ് പ്രാക്ടീസ് നടക്കുന്നത്. രണ്ടാമതായി, ഓക്സിജൻ നൽകുന്ന പൊക്കിൽ കൊടിയെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ്. മൂന്നാമതായി, കുഞ്ഞിന് ഏറ്റവും അനുയോജ്യമായ താപനില നൽകുന്ന ഒരു ഇൻക്യുബേറ്റർ പോലെയാണ്. ശരി, അപ്പോ ഈ അക്വേറിയത്തിന്റെ പ്രവർത്തനം നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനി ഒരു സിഇഒ എന്ന നിലയിൽ നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ളൊരു പ്രധാന പ്രശ്നം നോക്കാം. വെള്ളം കുറയുന്ന അവസ്ഥ. ഇതിനെയാണ് ഒളിഗോഹൈഡ്രാംനിയോസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ടിൽ AFI, അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് 5-ൽ താഴെയാണെങ്കിൽ അതിന്റെ അർത്ഥം വെള്ളത്തിന്റെ അളവ് കുറവാണെന്നാണ്. ഇതാണ് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അളവുകോൽ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത്? നമുക്കിതിനെ ഒരു സപ്ലൈ ചെയിൻ തകരാറായിട്ട് കാണാം. പ്ലാസന്റയിൽ നിന്ന് കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം കുറയുമ്പോൾ കുഞ്ഞ് ഒരു സർവൈവൽ മോഡിലേക്ക് മാറും. അപ്പോൾ തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും കൂടുതൽ രക്തം തിരിച്ചുവിട്ട് കിഡ്നിയുടെ പ്രവർത്തനം കുറയ്ക്കും. കിഡ്നി കുറച്ചു പ്രവർത്തിച്ചാൽ മൂത്രം കുറയും, അങ്ങനെ വെള്ളത്തിന്റെ അളവും കുറയും. സിമ്പിൾ. പിന്നെ ഇന്ത്യയിലെ ചൂടുകാലത്ത് അമ്മമാർക്ക് നിർജ്ജലീകരണം സംഭവിക്കുന്നതും ഇതിനൊരു പ്രധാന കാരണമാകാറുണ്ട്. അപ്പോൾ സിഇഒ എന്ന നിലയിൽ നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ എന്തായിരിക്കണം? ഈ 4 കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. 1. ദിവസവും കുറഞ്ഞത് 3 ലിറ്റർ വെള്ളം കുടിക്കുക തന്നെ വേണം. 2. ഇടതുവശം ചരിഞ്ഞു കിടക്കുന്നത് ശീലമാക്കുക. ഇത് പ്ലാസന്റയിലേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ ഒരുപാട് സഹായിക്കും. 3. ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉറപ്പാക്കുക. 4. കുഞ്ഞിന്റെ ചലനങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ നമ്മുടെ സപ്ലൈ ചെയിൻ വീണ്ടും ശക്തമാക്കാൻ സഹായിക്കും. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് അവസ്ഥയിലേക്ക് പോകാം. വെള്ളം കുറയുന്നതിന് പകരം ചിലപ്പോൾ ഈ അക്വേറിയം അങ്ങ് കവിഞ്ഞൊഴുകാം. ഇതിനെയാണ് പോളിഹൈഡ്രാംനിയോസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ടിലെ AFI 24 സെന്റിമീറ്ററിൽ കൂടുതലാണെങ്കിൽ വെള്ളത്തിന്റെ അളവ് സാധാരണയിലും അധികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ പ്രധാന കാരണം ഒരു പ്രോസസ്സിംഗ് ഓവർഫ്ലോയാണ്. സാധാരണയായി അമ്മയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോഴാണിത് സംഭവിക്കുന്നത്. ഈ അധികമുള്ള പഞ്ചസാര കുഞ്ഞിലേക്കെത്തും. അപ്പോൾ കുഞ്ഞ് എന്തു ചെയ്യും? കൂടുതൽ മൂത്രമൊഴിച്ച് അത് പുറംതള്ളാൻ നോക്കും. അങ്ങനെ വെള്ളത്തിന്റെ അളവും സ്വാഭാവികമായി കൂടും. അപ്പോ ഈ സിസ്റ്റം നമുക്ക് എങ്ങനെ റീസെറ്റ് ചെയ്യാം? ഭക്ഷണത്തില് കട്ടയ നിയന്ത്രണം ആവശ്യമായി വരും. പഞ്ചസാരയും വെള്ളരിയും പോലുള്ളവ ഒഴിവാക്കുക. ഭക്ഷണം ചെറിയ അളവിൽ പലതവണയായി കഴിക്കാൻ ശ്രമിക്കുക. ആഴ്ചയിൽ 150 മിനിറ്റെങ്കിലും നടക്കണം. നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിലുകൾ ഒരു ഷുഗർ സ്പോഞ്ച് പോലെ പ്രവർത്തിച്ച് രക്തത്തിലെ അധികമുള്ള ഷുഗറിനെ വലിച്ചെടുക്കും. അതോടൊപ്പം കുഞ്ഞിന്റെ വളർച്ചയും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ശരി, ഇനി നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാധാരണയായി കേൾക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകളും അവയുടെ യാഥാർത്ഥ്യങ്ങളും എന്താണെന്ന് നോക്കാം, അല്ലേ? ഒരുപാട് പേർ വിശ്വസിക്കുന്ന ഒന്നാണിത്: വെള്ളക്കുറവ് പരിഹരിക്കാൻ ഒരുപാട് ഇളനീർ കുടിക്കണമെന്ന്. എന്നാൽ ഒന്നോർത്തോളൂ, ഇളനീരിലെ സ്വാഭാവിക പഞ്ചസാര പ്രമേഹ സാധ്യതയുള്ളവരിൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ വഷളാക്കിയേക്കാം. ദിവസം ഒരെണ്ണം കുടിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ഏറ്റവും നല്ലത് നമ്മുടെ സാധാരണ ശുദ്ധജലം തന്നെയാണ്. അടുത്തത് ചൂടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്ന ധാരണയാണ്. ഇതിന് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാട്ടോ. ഇത്തരം വിശ്വാസങ്ങൾ കാരണം
ആവശ്യമായ വിറ്റാമിനുകളും നാരുകളും അടങ്ങിയ നല്ല പഴങ്ങൾ പോലും പലരും ഒഴിവാക്കാറുണ്ട്. അതുകൊണ്ട് ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിനു പകരം ആ 3 ലിറ്റർ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത്. വെള്ളം കൂടുതലിരിപ്പത് നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണെന്ന് ചിലർ കരുതാറുണ്ട്. എന്നാൽ അത് തെറ്റാണ്. ഇത് ഗർഭപാത്രത്തെ വല്ലാതെ സ്ട്രെച്ച് ചെയ്ത് ദുർബലമാക്കുകയും മാസം തികയാതെയുള്ള പ്രസവം പോലുള്ള സങ്കീർണതകളിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് നിസ്സാരമായി കാണരുത്. കൂടുതൽ ജാഗ്രതയാണ് വേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാവുന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഒരു സിഇഒ എന്ന നിലയിൽ നിങ്ങൾ എപ്പോഴാണ് അടിയന്തരമായി സഹായം തേടേണ്ടതെന്ന് നോക്കാം. ഇവയെ അക്വേറിയത്തിലെ റെഡ് അലേർട്ടുകളായിട്ട് തന്നെ കാണണം. ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ ബന്ധപ്പെടണം. 1. പെട്ടെന്നുള്ള വെള്ളം പോക്ക്. 2. 12 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന്റെ അനക്കം 10ൽ കുറവാണെങ്കിൽ. 3. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ 4. ഓരോ 10 മിനിറ്റിലും വേദനയോടെ വയറ് വലിച്ചു മുറുക്കുന്നുണ്ടെങ്കിൽ. ഇവയൊന്നും ഒരിക്കലും അവഗണിക്കരുത്. അവസാനമായി ഡോക്ടർ പ്രശാന്തിന്റെ ഈ വാക്കുകൾ നമുക്കോർക്കാം. നിങ്ങളാണ് ഈ അക്വേറിയത്തിന്റെ സിഇഒ. ഇതിലെ മാറ്റങ്ങൾ പേടിക്കാനുള്ള കാരണങ്ങളല്ല, നമ്മുടെ പദ്ധതികൾ ക്രമീകരിക്കാനുള്ള സൂചനകൾ മാത്രമാണ്. ഓർക്കുക, നിങ്ങൾ വെള്ളം കൃത്യമായി സൂക്ഷിക്കുക, സപ്ലൈ ചെയിൻ തടസ്സമില്ലാതെ പ്രവർത്തിപ്പിക്കുക. ബാക്കി കാര്യങ്ങൾ നോക്കാൻ നിങ്ങളുടെ ഡോക്ടർമാരുടെ ടീം കൂടെയുണ്ട്. പേടിക്കണ്ട, അറിവാണ് ഏറ്റവും വലിയ ശക്തി.